ഡോക്ടർ മോഹൻ വർഗീസ്, ഇറാൻ ആദ്യമായി പ്രകോപനമില്ലാതെ അമേരിക്കൻ സൈനിക കേന്ദ്രത്തിൽ ആക്രമണം നടത്തിയിരിക്കുന്നു. അടിക്ക് തിരിച്ചടി എന്നതായിരുന്നു യുദ്ധം തുടങ്ങിയപ്പോൾ മുതൽ ഇറാന്റെ നിലപാട്. അമേരിക്ക വെടിനിർത്തുമ്പോൾ ഇറാനും നിർത്തും. നിലപാട് മാറ്റം കുറച്ച് ദിവസം മുൻപ് ഇറാൻ പ്രഖ്യാപിച്ചതാണ്. പക്ഷേ ഇപ്പോഴാണ് അത് നടപ്പാക്കിയത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കണ്ട ദിവസം തന്നെയാണ് ഇറാൻ ജോർദാനിലെ സൈനിക കേന്ദ്രത്തിലേക്ക് മിസൈലുകൾ അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് സന്ദേശമാണ് ഇറാൻ അമേരിക്കയ്ക്ക് ഇതിലൂടെ നൽകിയത്? ഇറാന് നേരെ 13 ദിവസം നീണ്ടുനിന്ന തുടർച്ചയായ മിസൈൽ ആക്രമണങ്ങൾ കഴിഞ്ഞ ദിവസം US നിർത്തിവെച്ചത് പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരും എന്ന് കരുതുമ്പോഴാണ് ഇറാൻ വീണ്ടും പ്രകോപനം ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇനി അമേരിക്ക അടങ്ങിയിരിക്കുമോ? പ്രതീക്ഷയുടെ തിരുനാളങ്ങൾ എപ്പോഴെല്ലാം മുട്ടിടുന്നുവോ അപ്പോഴെല്ലാം എന്തെങ്കിലും രീതിയിൽ വീണ്ടും ആ മേഖല പ്രശ്നകലുഷിതമാവുകയാണ്. വെസ്റ്റ് ഏഷ്യയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഇപ്പോഴിതാ ഒരു വ്യത്യസ്തത എന്ന നിലയിൽ അടിക്ക് തിരിച്ചടി എന്ന നിലയിൽ അല്ലാതെ ഇറാൻ ആക്രമണം നടത്തിയിരിക്കുകയാണ് ജോർദാനിലെ അമേരിക്കൻ കേന്ദ്രങ്ങളിലേക്ക്. നോക്കൂ, മുൻപും ജോർദാനിലെ അമേരിക്കൻ കേന്ദ്രങ്ങളിലേക്ക് ഇറാൻ ആക്രമണം നടത്തിയിരുന്നു. അവിടെ അമേരിക്കൻ കാഷ്വാലിറ്റിയും ഉണ്ടായി. 2 പേര് അമേരിക്കൻ സൈനികർ അവിടെ മരിച്ചു വീണത് 2 ആഴ്ച മുൻപാണ്. അതാണ് അമേരിക്കയെ കൂടുതൽ പ്രകോപിപ്പിച്ചതും. നിരന്തരം ആക്രമണം, 13 ദിവസം നീണ്ട പ്രത്യാക്രമണങ്ങൾ അവസാനിച്ചതിന് ശേഷം കഴിഞ്ഞ 4 ദിവസം ഏതാണ്ട് 100-ലധികം മണിക്കൂറുകളിൽ ഏതാണ്ട് പൂർണ്ണമായ ശാന്തതയായിരുന്നു ഇറാനും ഗൾഫ് രാജ്യങ്ങൾക്കും മധ്യേ. അപ്പോൾ ഒരു ആക്രമണവും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉണ്ടായില്ല. ഹൂതികളും സൗദിയും തമ്മിൽ ഏറ്റുമുട്ടി, അതുപോലെ മറ്റ് ഇടങ്ങളിൽ ആക്രമണം ഉണ്ടായി. പക്ഷേ പേർഷ്യൻ ഗൾഫ് മേഖല ഏതാണ്ട് പൂർണ്ണമായി ശാന്തം ആയിരുന്നു. ആ ശാന്തത ഭഞ്ജിച്ചുകൊണ്ടാണ് ഇറാൻ ഇപ്പോൾ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ, ജോർദാനിലെ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയിരിക്കുന്നത്. എല്ലാ മിസൈലുകളും ഇന്റർസെപ്റ്റ് ചെയ്തു എന്നാണ് ജോർദാനും അമേരിക്കയും ക്ലെയിം ചെയ്തിരിക്കുന്നത്. ശരിയായിരിക്കാം, പക്ഷേ ഇതിൻ്റെ ടൈമിംഗ് വളരെ ശ്രദ്ധേയമാണ്. അതിൻ്റെ പ്രോസസ്സും ശ്രദ്ധേയമാണ്. കാരണം എക്കാലത്തും ഇറാൻ്റെ നയം തങ്ങളെ ആക്രമിച്ചാൽ ഉടനടി തിരിച്ചടി ഉണ്ടാകും. അത് എക്കാലത്തും കൃത്യമായി ഇറാൻ അത് പാലിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ ആക്രമണം നിർത്തിവെച്ചതിന് ശേഷവും ഇറാൻ ആക്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനൊറ്റ പ്രകോപനം മാത്രമേ കാണാനുള്ളൂ. ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ അമേരിക്ക സന്ദർശനം നോക്കൂ. ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ പ്രാവശ്യം അമേരിക്ക സന്ദർശിച്ച് വൈറ്റ് ഹൗസിൽ ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയത് ഫെബ്രുവരിയിലാണ്. ഫെബ്രുവരി അവസാനമാണ്. അതിന് തൊട്ട് പിന്നാലെയാണ് ഫെബ്രുവരി 28-ന് ഇസ്രായേലും അമേരിക്കയും ചേർന്ന് സംയുക്തമായി ഇറാനെതിരെ ആക്രമണം തുടങ്ങിവെച്ചത്. അതാണിപ്പോൾ ദീർഘമായി നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ്. അപ്പോൾ ഇനി എന്താണ്? ഒരുപക്ഷെ ബെഞ്ചമിൻ നെതന്യാഹു യുദ്ധം കടുപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയെ സ്വാധീനിക്കാനാണ് എങ്കിൽ ഒരു സിഗ്നൽ എന്ന നിലയിൽ തങ്ങൾക്കിതൊന്നും ബാധകമല്ല. മിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റിനോട് എന്ത് ഉപദേശിച്ചാലും അമേരിക്കൻ പ്രസിഡന്റ് അത് ചെവിക്കൊണ്ടാലും ഇല്ലെങ്കിലും തങ്ങൾക്ക് ചെയ്യാനുള്ളത് തങ്ങൾ ചെയ്യും എന്നതിൻ്റെ ഒരു സിംബോളിക് എക്സ്പ്രഷനായി വേണമെങ്കിൽ ഈ അറ്റാക്കിനെ കാണാം. അതൊരു രീതിയിൽ. രണ്ടാമതൊരു ഡയമെൻഷൻ കൂടിയുണ്ട്. നേരത്തെ തന്നെ യുദ്ധം തുടങ്ങുന്നതിന് വളരെ മുൻപ് യുദ്ധകാഹളം അന്തരീക്ഷത്തിൽ മുഴങ്ങുമ്പോൾ, യുദ്ധകാർമേഘങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഫെബ്രുവരി 28-ന് മുൻപ് തന്നെ ഇറാൻ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് യുദ്ധം തുടങ്ങാം, പക്ഷേ യുദ്ധം അവസാനിപ്പിക്കുന്നത് നിങ്ങളായിരിക്കില്ല. നിങ്ങൾക്ക് ഏകപക്ഷീയമായി യുദ്ധം അവസാനിപ്പിച്ച് പോകാനാവില്ല. ഞങ്ങൾ തീരുമാനിക്കും, ഞങ്ങളുടെ ടേംസിൽ തീരുമാനിക്കും യുദ്ധം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന്. അവസാനിപ്പിക്കണോ വേണ്ടായോ എന്ന് ഞങ്ങൾക്ക് മാത്രമേ തീരുമാനിക്കാനാവൂ. അതുകൊണ്ട് യുദ്ധം ഇപ്പോൾ ഈ സ്റ്റേജിൽ അവസാനിപ്പിച്ച് പിൻവാങ്ങണം എന്ന ആഗ്രഹമൊന്നും ഇറാൻ ഉള്ളതായി തോന്നുന്നില്ല. ഇനി മറ്റൊരു ഡയമെൻഷനിൽ നോക്കിയാൽ ഇങ്ങനെ മുന്നോട്ട് പോയാൽ എന്താണ് അവസ്ഥ? ഇറാൻ ഒരുപക്ഷെ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ദീർഘമായ ഒരു റെസിസ്റ്റൻസിന് തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ആ ബിൽഡപ്പ് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഇപ്പോൾ ഹൂതികൾ, ഹമാസ്, ഹിസ്ബുള്ള, 3H എന്ന് നമ്മൾ പറയുന്ന ഈ 3 വിഭാഗങ്ങൾ അവരിപ്പോഴും സജീവമാണ്. ഇപ്പോഴും അവരുടേതായ മേഖലയിൽ അവർ സജീവമായി നിലകൊള്ളുന്നു. അതിനോടൊപ്പം തന്നെ ഈ മറ്റൊരു ഫോഴ്സും കൂടെ വരികയാണ്. PMF എന്ന് പറയുന്ന മറ്റൊരു ഫോഴ്സ് കൂടി ഇപ്പോൾ ആക്റ്റീവായി രംഗത്ത് വരുന്നു. അത് ഇറാഖിലെ ഷിയ അനുകൂല മിലിഷ്യകളാണ്. അത് PMF-നെ കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിൽ വിശദമായി വിവരിക്കുകയും ചെയ്യാം. അതുകൊണ്ട് ഇപ്പോൾ ആ ഒരു PMF-ൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. പോപ്പുലർ മൊബിലൈസേഷൻ ഫോഴ്സസ്, അപ്പോൾ അതുകൂടി രംഗത്ത് വരികയാണ്. അപ്പോൾ ഇറാൻ
തന്ത്രങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ പയറ്റുന്നു. സൗദി അറേബ്യ നേരിട്ട് ആക്രമിക്കുന്നില്ല, പക്ഷേ PMF-ലൂടെ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ നിർദ്ദേശപ്രകാരം സൗദിയെ ആക്രമിക്കുന്നു. ഹൂതികളിലൂടെ സൗദിയുടെ തെക്കൻ ഭാഗങ്ങളിൽ ആക്രമണം നടത്തുന്നു. അപ്പോൾ അങ്ങനെ കുവൈറ്റിനെ നേരിട്ട് ആക്രമിക്കുന്നു, ജോർദാനെ നേരിട്ട് ആക്രമിക്കുന്നു, ബഹ്റൈനെ നിരന്തരമായി ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഇറാൻ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുകയാണ്. ചില സമയത്ത് മാറ്റിപ്പിടിക്കുകയാണ് തന്ത്രങ്ങൾ. അതിനർത്ഥം യുദ്ധവിരാമം ഇറാൻ ആഗ്രഹിക്കുന്നില്ല. ഇറാൻ്റെ ടേംസിൽ എന്തെങ്കിലും മുന്നോട്ട് പോകുന്നെങ്കിൽ പോകട്ടെ. ഇപ്പോൾ അമേരിക്കൻ ടേംസ് വീണ്ടും വീണ്ടും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അങ്ങനെയല്ല, യുദ്ധം നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് തുടങ്ങുകയും ആഗ്രഹിക്കുന്ന സമയത്ത് നിർത്തുകയും ചെയ്യുക എന്നത് നിങ്ങളുടെ വിഷയമാണ്. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല. അതുകൊണ്ട് സർവ്വസജ്ജമായി ഞങ്ങൾ എപ്പോഴും ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ആ പ്രദേശം കൂടുതൽ സംഘർഷഭരിതമാവുകയാണ്, കൂടുതൽ മേഖലകളിലേക്ക്. ഇപ്പോൾ ജോർദാൻ ആദ്യഘട്ടത്തിലൊന്നും ജോർദാനിലേക്ക് കാര്യമായ ആക്രമണം ഉണ്ടായില്ല. ഇപ്പോൾ ജോർദാൻ്റെ സ്ഥിതി ഒന്ന് നോക്കൂ. ജോർദാൻ അമേരിക്കൻ താവളങ്ങൾ ഏറെയുള്ള അമേരിക്കൻ കരസേനയും അമേരിക്കൻ വ്യോമസേനയും ഉള്ള നാവികസേന ഇവിടെ ഉണ്ടാവില്ല, കാരണം ജോർദാൻ തീരപ്രദേശമില്ല. അപ്പോൾ ഈ വ്യോമസേനകൾ വളരെ സജീവമാണ്. അതുമാത്രമല്ല, അമേരിക്കയുടെ ഏറ്റവും വിശ്വസ്തനായ അറബി പങ്കാളി മറ്റാരുമല്ല, ജോർദാനാണ്. സൗദി അറേബ്യക്കൊക്കെ ഓൺ നിഗമനങ്ങളുണ്ട്, തീരുമാനങ്ങളുണ്ട്, നിവൃത്തികേട് കൊണ്ട് അമേരിക്കയോടൊപ്പം നിൽക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷേ ജോർദാൻ അങ്ങനെയല്ല. സർവാത്മന അമേരിക്കയെ അംഗീകരിക്കുകയും ഇസ്രയേലിനെ അംഗീകരിക്കുകയും 1994 മുതൽ ഇസ്രയേലുമായി ഒരു പാക്ട് ഉണ്ട്. അതിനനുസരിച്ച് ഇസ്രയേലിൻ്റെ അയൽ രാജ്യം എന്ന നിലയിൽ ഇസ്രയേലുമായി ഒരു ഏറ്റുമുട്ടലിനും ജോർദാൻ തയ്യാറല്ല. പലസ്തീൻ കോസ്റ്റൊക്കെ വരുമ്പോൾ ദ്വിരാഷ്ട്ര ഫോർമുലയെ സപ്പോർട്ട് ചെയ്യുന്നു. അതെല്ലാ അറബ് രാജ്യങ്ങളും ചെയ്യുന്നത് പോലെ ജോർദാനും ചെയ്യുന്നു എന്ന് മാത്രം. അതുകൊണ്ട് അമേരിക്കൻ താവളങ്ങൾ, ഗൾഫ് രാജ്യങ്ങൾ, GCC മേഖലയിലെ 6 രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് താവളങ്ങൾ ഉപയോഗിക്കാൻ അനുമതി കൊടുക്കുന്നതിന് മുമ്പേ 100 വട്ടം ആലോചിച്ചു. ജോർദാൻ ഒന്നും ആലോചിച്ചില്ല. അമേരിക്കൻ വിമാനങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാൻ പോകാം, നിങ്ങൾക്ക് ഇവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാനെതിരെ ആക്രമണം നടത്താം. മുൻപ് ഇറാഖിനെതിരെ ആക്രമണം നടത്തിയപ്പോഴും ജോർദാൻ തന്നെയായിരുന്നു താവളം. അതുകൊണ്ട് ജോർദാൻ എന്ന വിശ്വസ്ത പങ്കാളിക്ക് പ്രഹരം നൽകുക എന്നത് ഇറാൻ്റെ ഒരു പോളിസിയായി മാറിയിരിക്കുന്നു. ജോർദാൻ എന്ന രാജ്യത്തിനല്ല, മറിച്ച് അമേരിക്കൻ താവളങ്ങൾക്ക് നേരെയാണ്. അവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടായി, കൃത്യതയോടുകൂടി അറ്റാക്ക് ഉണ്ടായി. ഇപ്രാവശ്യം പക്ഷേ ഈ ആക്രമണം ഒരുപക്ഷെ അമേരിക്ക പ്രതീക്ഷിച്ചിരുന്നു എന്നാണ്. ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിക്കപ്പെട്ടു, അത് ഇൻ്റർസെപ്റ്റ് ചെയ്യപ്പെട്ടു. തീർച്ചയായും അത് ആശങ്ക ഉണർത്തുന്ന കാര്യമാണ്. കാരണം പാറ്റേൺ മാറിയിരിക്കുന്നു. തിരിച്ചടിയല്ല ഇവിടെ ഉണ്ടായിരിക്കുന്നത്, അങ്ങോട്ടുള്ള ആക്രമണമാണ്. അതിനിയുള്ള സമയങ്ങളിൽ മാറി വരുന്ന ഒരു പ്രവണതയെ സൂചിപ്പിക്കാൻ വേണ്ടിയാണോ ഇങ്ങനെ ഒരു കാര്യം? കാരണം ഒരു സന്ദേശം കൊടുക്കുകയാണ്. ഇറാൻ അമേരിക്കയ്ക്കും ഗൾഫ് രാജ്യങ്ങൾക്കും മറ്റ് അറബ് രാജ്യങ്ങൾക്കും ഒരു സന്ദേശം കൊടുക്കുകയാണ്. നിങ്ങൾ ആക്രമിക്കുമ്പോഴെല്ലാം തന്നെ ഞങ്ങൾ തിരിച്ചടിക്കും എന്ന ഒരു രീതിശാസ്ത്രം മാറ്റിപ്പിടിക്കണം. ഏത് നിമിഷവും നിങ്ങൾ ആക്രമണം പ്രതീക്ഷിക്കണം. കാരണം നിങ്ങൾ അമേരിക്കയ്ക്ക് സേനാ താവളങ്ങൾ കൊടുക്കുന്നു എന്നതാണ് ഞങ്ങളുടെ വിഷയം. അല്ലാതെ നിങ്ങളുടെ താവളങ്ങളിൽ നിന്നും അമേരിക്ക ഞങ്ങളെ ആക്രമിക്കുന്നു എന്നത് മാത്രമല്ല, ആ താവളങ്ങൾ അവിടെ നിന്ന് മാറ്റുന്നത് വരെ, അല്ലെങ്കിൽ അതിൽ നിന്നുമുള്ള ഭീഷണി അവസാനിക്കുന്നത് വരെ ഞങ്ങൾക്ക് ഇഷ്ടാനുസരണം ആക്രമണം നടത്താം എന്ന നിലയിലേക്ക് ഇറാൻ്റെ നയം മാറിയിരിക്കുന്നു. ഹോർമോസ് സംബന്ധിച്ച നയവും മാറിയിരിക്കുന്നു. കാരണം ഇവിടെയൊക്കെ ഒരു നയം മാറ്റം വളരെ ദൃശ്യമാണ്. ഈ ഫെബ്രുവരി 28 യുദ്ധം തുടങ്ങിയതിൽ പിന്നെ ഹോർമോസിനെ എപ്പി സെൻറ്ററായി കണ്ടുകൊണ്ട് തന്നെയാണ് ഇറാൻ പോകുന്നത്. ദക്ഷിണപഥം, ഒമാൻ സജസ്റ്റ് ചെയ്ത ഒമാൻ തീരത്തുകൂടിയുള്ള ഒരു പാത ഒമാൻ ഇറാൻ എഗ്രിമെൻറ്റിൽ അനുസരിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. പക്ഷെ അതും ഇറാൻ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് ഇറാൻ്റെ ടേംസിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്ന് ഇറാൻ ആഗ്രഹിക്കുന്നു. അത് പൂർണ്ണമായി നടപ്പാകുമെന്ന ഒരു ചിന്ത എനിക്കില്ല. കാരണം എപ്പോഴും വിട്ടുവീഴ്ച, അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച ഉണ്ടാവണം. ഇവിടെ യുദ്ധം ഇറാൻ്റെ മേൽ പൊതുവെ അടിച്ചേൽപ്പിക്കപ്പെട്ട യുദ്ധമാണ് എന്ന് പൊതുവെ വിശ്വസിക്കപ്പെടുമ്പോൾ ഇവിടെ ഇറാൻ ചില ഡിമാൻഡുകൾ വയ്ക്കുക എന്നത് സ്വാഭാവികമാണ്. അങ്ങനെയെങ്കിൽ മാത്രമേ ഇറാൻ ഒരു നിർബന്ധ ബുദ്ധിയോടെ, ഒരു ഹോക്കിഷ് നിലപാടോടുകൂടി, വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിലൂടെ മുന്നേറുമ്പോൾ മാറി ചിന്തിക്കാൻ അമേരിക്കയും ഇസ്രയേലും തയ്യാറാവും എന്ന ഒരു ചിന്തയായിരിക്കണം ഒരുപക്ഷെ ഈ ആക്രമണത്തിലേക്ക് എത്തിച്ചു നിർത്തിയത് എന്നാണ് എൻ്റെ പക്ഷം. അതുകൊണ്ട് കൂടുതൽ രാജ്യങ്ങൾ, അതായത് ജോർദാൻ ഉൾപ്പെടെയുള്ള മേഖലകൾ പ്രശ്നകലുഷിതം ആവുകയാണ്. മിനിമം ഒരു 15 രാജ്യങ്ങളെങ്കിലും, ഇറാന് ചുറ്റുപാടുമുള്ള 15 രാജ്യങ്ങളെങ്കിലും മധ്യസ്ഥരുടെ രൂപത്തിലോ അല്ലെങ്കിൽ ഈ സായുധ
നീക്കങ്ങളുടെ രൂപത്തിലോ അല്ലെങ്കിൽ ആക്രമണ വിധേയമായ രാജ്യങ്ങളുടെ കൂട്ടത്തിലോ പെടുന്നു എന്നതാണ്. അത് 3 കോണ്ടിനെന്റിലേക്കും ഈ ആക്രമണം നീളുന്നു എന്നതുകൂടി പരിശോധിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ അവസാനം കാണുന്നില്ല എന്നതാണ്. ദർ ഈസ് അബ്സല്യൂട്ട്ലി നോ ഹോപ്പ്, നോ റേ ഓഫ് ഹോപ്പ് അറ്റ് ദി എൻഡ് ഓഫ് ദ ടണൽ എന്ന് പറയാവുന്ന രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഇറാൻ്റെ ഈ ആക്രമണം. ജോർദാന് നേരെ ഇപ്പോൾ നടത്തിയിരിക്കുന്ന ആക്രമണം അത് തുടരുകയാണ്. അതുപോലെയുള്ള ഏകപക്ഷീയ ആക്രമണങ്ങൾ തുടരുകയാണെങ്കിൽ ഒരുപക്ഷെ യുദ്ധവിരാമം ഉടനെ എങ്ങും ഉണ്ടാകും എന്ന പ്രതീക്ഷയില്ല.